ഹലോ, വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്. അതെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഈ ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് പറയുമ്പോൾ റവ ദോശയാണ് കേട്ടോ. ആ ഒരു 10 മിനിറ്റ് മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ആട്ടിയ മാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയി ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അതായത് റവ ദോശയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പച്ചരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദയും ചേർക്കാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ ഇട്ടത് പച്ചരിപ്പൊടിയാണ്. റവ ഇട്ട് കൊടുക്കുന്നു. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിപ്പൊടിയും റവയൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാൻ പേടിക്കേണ്ട കേട്ടോ, എന്ന് വെച്ചാൽ ഇതിരുന്ന് കട്ടിയാവും. ശരിക്കും നമുക്കിതിൻ്റെ വെള്ളം ചേർക്കേണ്ടി വരും. റവ ദോശയ്ക്ക് അങ്ങനെയാണ്, നല്ല വെള്ളം പോലെ പിന്നെ മാവ് നമ്മൾ കലക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ദോശ പരത്താൻ പറ്റുള്ളൂ. കട്ടയില്ലാതെ നേരെ കലക്കണം കേട്ടോ. ഒക്കെ നമുക്ക് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ടോളാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ആവശ്യം വരും. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ വെള്ളം പോലെ കലക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നേ. മോരായാലും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് ലൂസായിരുന്നാലും കുഴപ്പമില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം പോലെ കലക്കാനുള്ളതാണല്ലോ. പിന്നെ മാവ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ തൈരും കൂടെ ചേർത്തും വെക്കാം കേട്ടോ. അപ്പോൾ തൈര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഞാൻ, തൈര് ചേർക്കാതെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള എന്താണെന്നൊക്കെ വെച്ചാൽ ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ഇട്ടോളാം, 3 ഇട്ടോളാം. പിന്നെ ഇഞ്ചി 1 കഷ്ണം, പിന്നെ വന്നിട്ട് കറിവേപ്പില, മല്ലിയില, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം. 1/2 ടീസ്പൂൺ മതി കേട്ടോ ജീരകം. പിന്നെ ഒരു 2 നുള്ള് കായപ്പൊടി, 2 പിഞ്ച് മതി. ഓക്കെ, പിന്നെ നമ്മൾ കലക്കി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളാം. വെള്ളം ഒഴിച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. ഉപ്പ് വേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കുകയില്ലേ, അതുകൊണ്ട് ഉപ്പ് വേണ്ടി വരും. നമ്മൾ മോരൊക്കെ കലക്കുമല്ലോ, അതുപോലെ വെള്ളമായിട്ട് കലക്കണം. എങ്കിലേ നമ്മുടെ ദോശ ഇങ്ങനെ പിന്നെ ദ്വാരമായിട്ട് കടയിലൊക്കെ കിട്ടുന്നത് പോലെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം.
ലൂസായിട്ടാണ് കിടക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം മാവ് നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കി വരുമ്പോൾ വീണ്ടും അത് കട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം. ഇത്രയും വെള്ളം. അതിപ്പോൾ ഉപ്പ് കറക്റ്റായി. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് റവ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാൻ നല്ല രീതിയിൽ ചൂടാവണം. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഒഴിക്കാതെ എടുത്ത് കണ്ടോ, ഇങ്ങനെ തോരായിട്ട് വരണം. നമ്മൾ ഹോട്ടലിലൊക്കെ ഇരുന്ന് വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ? നല്ല ചൂടായി കഴിഞ്ഞാലേ നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ചുവന്ന് കിട്ടണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെ പെട്ടെന്ന് വന്ന് കിട്ടത്തില്ല കേട്ടോ. എന്ത് കിട്ടാൻ കുറച്ച് താമസമാണ്. അപ്പോൾ ആ ദോശ ഞാൻ മടക്കിയെടുത്തു. നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഒഴിച്ച് നോക്കാം. കുറച്ച് വെള്ളം കൂടെ വീണ്ടും മാവിൽ ചേർക്കും കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഹോളായിട്ട് കിട്ടത്തുള്ളൂ. ഉണ്ടോ, മാവ് കട്ടിയായിട്ടിരുന്നാൽ നമുക്കിങ്ങനെ ഹോളായിട്ട് കിട്ടത്തില്ല. സാധാരണ ദോശ പോലെ ആയിപ്പോൾ. ഇത് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടോളാം, പിന്നെ കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചോളാം. പക്ഷേ ഓയിൽ ഒഴിച്ചാലേ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അകത്തൊക്കെ നല്ല ചുമന്നിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ മടക്കി തന്നെ എടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ റവ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വലിയ ദോശ പാൻ ഉണ്ടെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാം. നമ്മുടെ ഇതിപ്പോൾ മൊത്തം ഇത്രയേ വലുതായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കണ്ടോ, ഇതുപോലെ ഹോളായിട്ട് വരും. കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.